ലൈഫ് ഓഫ് ട്രാവഡേസ് ഇന്ന് നിങ്ങൾക്കൊരു സർപ്രൈസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ സർപ്രൈസ് എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം. നമുക്ക് ആ സർപ്രൈസിലേക്കൊന്ന് പോയി നോക്കാം. ലൈഫ് ഓഫ് ട്രാവഡേസിന്റെ മാന്യ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഒരു സർപ്രൈസുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്താണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് നമ്മൾ അറിയപ്പെടുന്ന നമ്മുടെ ലാലേട്ടന്റെ വീടിന്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ലാലേട്ടന്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് ലാലേട്ടന്റെ വീടൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മളുള്ളത് ലാലേട്ടന്റെ വീടിന്റെ അടുത്താണ്, തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ലാലേട്ടന്റെ വീട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ കാണുന്നതാണ് ലാലേട്ടന്റെ വീട്. നമ്മൾ വിശദമായിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. താഴെ ഈ കോമ്പൗണ്ടിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല, അവിടെ സെക്യൂരിറ്റി ഉണ്ട്, നമുക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് എന്തായാലും വീട്ടിലെ കാര്യങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായ ലാലേട്ടന്റെ വീടൊന്ന് കണ്ടിട്ട് വരാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. നമുക്ക് ലാലേട്ടന്റെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ ലാലേട്ടന്റെ പൂജപ്പുരയുള്ള വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മുടവൻമുകൾ എന്ന സ്ഥലത്താണ്, പൂജപ്പുരയുള്ള മുടവൻമുകൾ എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ഏരിയ തന്നെയാണ്, നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരം തന്നെയാണ് വീട്ടിലെ കാഴ്ചകളും. നമുക്ക് വീട്ടിലെ കാഴ്ചകളിലേക്കൊന്ന് കൂടുതലായിട്ട് പോകേണ്ടതുണ്ട്. ഇതാണ് ലാലേട്ടന്റെ വീട്. നമുക്ക് വിശദമായിട്ട് കാണുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്നും വരികയാണെങ്കിൽ 6 കിലോമീറ്റർ ആണ് പൂജപ്പുരയിലേക്കുള്ളത്. അവിടുന്ന് 6 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുടവൻമുകളിലേക്ക് എത്തിച്ചേരാം. അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ആകെ ഒരു 1.5 കിലോമീറ്റർ മാത്രമേ മുടവൻമുകൾ അങ്ങാടിയിൽ നിന്നും ഈ ലൊക്കേഷനിലേക്കുള്ളൂ. നിങ്ങൾക്ക് വന്ന് കാണാവുന്നതാണ്. നല്ലൊരു പ്രദേശം തന്നെയാണ്, നല്ലൊരു വീടും കാര്യങ്ങളും. പഴയൊരു വീടാണ് എങ്കിലും ടെറസിട്ട് അന്നത്തെ കാലങ്ങളിൽ ഉണ്ടായിരുന്ന വീടുകളുടെ ഒരു പവറുള്ള നല്ല ഭംഗിയുള്ള വീട് തന്നെയാണ്. എന്തായാലും മഹാനടന്റെ ലാലേട്ടന്റെ വീട് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെയും പ്രേക്ഷകരെ അത് കാണിക്കാമെന്ന് വിചാരിക്കുന്നു, കരുതി. അതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ച് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചത്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു മഹാനടന്റെ വീട് കാണിക്കുന്നത്. അപ്പൊ ഇന്നു മുതൽ നമുക്ക് അങ്ങോട്ട് നമ്മുടെ പ്രയാണം ആരംഭിക്കുകയാണ്. തുടക്കം നമ്മുടെ ലാലേട്ടന്റെ വീട്ടിൽ നിന്നും ആയിക്കോട്ടെ എന്ന് കരുതി. ഓക്കെ, നമുക്ക് ഇന്ന് പോയി നോക്കാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിൽ ഒരു മഹാനടന്റെ വീട് കാണിക്കുന്നത്. ഇനി അങ്ങോട്ട് പല നടന്മാരുടെയും വീടുകൾ കാണിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മുടെ മഹാനടന്റെ, മലയാളത്തിന്റെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മഹാനടന്റെ വീട് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പൊ ഇന്ന് മോഹൻലാലിന്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ലാലിന്റെ വണ്ടികളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഫോർച്ചില് 2 വണ്ടികളൊക്കെ ഉണ്ട്. പഴയൊരു അംബാസഡറും ഉണ്ട്, പിന്നെ ഒരു നല്ലൊരു സി ക്ലാസ് ബെൻസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് കറക്റ്റ് അറിയില്ല, അത് കവർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അവിടേക്കുള്ള വഴികളാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല പ്രദേശം തന്നെയാണ്. ട്രിവാൻഡ്രത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലാലേട്ടന്റെ വീട്ടിലേക്ക് ഒരു 6 കിലോമീറ്റർ, പൂജപ്പുര എന്ന സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ലാലേട്ടന്റെ വീടിന്റെ ഗേറ്റിൽ തന്നെ ഹിൽവി എന്ന പേരിൽ വീടിന്റെ പേരും കുത്തിവെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ കെ വിശ്വനാഥൻ നായർ അഡ്വക്കേറ്റ് എന്ന ഒരു വലിയ ബോർഡും കാണാം. ലാലേട്ടന്റെ അച്ഛൻ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഈ വീഡിയോയ്ക്ക് ഞങ്ങൾ ഒരു 1000 ലൈക്ക് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരായ നിങ്ങൾ ഞങ്ങൾക്കത് നൽകുമെന്നും ഉറപ്പാണ്.
ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാലേട്ടന്റെ വീടിന്റെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ. ഫ്രണ്ടിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയാർന്ന പഴയ കാലങ്ങളിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിന്റെ മുൻവശങ്ങളാണ് നമ്മൾ കാണുന്നത്. അന്നത്തെ കാലങ്ങളിലുള്ള വലിയ വീട് തന്നെയായിരുന്നു ഇത്. പഴയ കാലങ്ങളിൽ ഏകദേശം ഒരു 1985-80 കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ നിലം ഇടാൻ ഉപയോഗിച്ചിരുന്നത് ചുവന്ന കാവികളായിരുന്നു. സിമെന്റ് ഉപയോഗിച്ച് ചുവന്ന കാവികളാണ് അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ലാലേട്ടന്റെ വീടിന്റെ സിറ്റ് ഔട്ടിൽ നമുക്ക് ഈ ചുവന്ന കാവികൾ കാണാൻ സാധിക്കും. ഈ വീട് മുഴുവനായിട്ടും ചുവന്ന സിമെന്റ് ആണ്, കാവികളാണ് ഇട്ടിരിക്കുന്നതെന്നാണ് സെക്യൂരിറ്റി നമ്മളോട് പറഞ്ഞിരുന്നത്. ചുമന്ന കാവികൾ ഇട്ടതിനാൽ തന്നെ ഇതിന്റെ ഫ്ലോറുകളെല്ലാം തന്നെ വീടിന്റെ അകത്തെല്ലാം തന്നെ നല്ല കൂളിംഗ് ആണെന്നും AC ഇട്ടതുപോലുള്ള എഫക്റ്റുകളാണ് ഉള്ളതെന്നും സെക്യൂരിറ്റി നമ്മളോട് പറയുകയുണ്ടായി. പിന്നെ വീടിന്റെ സിറ്റ് ഔട്ടിൽ തന്നെ വലിയൊരു നെറ്റിപ്പട്ടം നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ വലിപ്പം തന്നെ അത് കാണുന്നുണ്ട്. ലാലേട്ടൻ പിന്നെ ഈ കരകൗശല വസ്തുക്കളോടൊക്കെ വളരെ താല്പര്യമുള്ള ആളായതിനാൽ വീടിനകത്തെല്ലാം തന്നെ ഇത് സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് നമ്മളോട്. ലാലേട്ടന്റെ ചെറുപ്പകാലങ്ങളിൽ തന്നെ ഇങ്ങോട്ട് താമസം മാറുകയും പിന്നീടുള്ള പഠനങ്ങളും കോളേജ് കാലഘട്ടങ്ങളും എല്ലാം തന്നെ ഇവിടെയാണ് ചിലവഴിച്ചതെന്നാണ് അറിയപ്പെടുന്നത്. ലാലേട്ടൻ ഉപയോഗിച്ചിരുന്ന ഒരു കാറും അതുപോലെ ലാലേട്ടന്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ഒരു അംബാസഡർ കാറും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. എല്ലാ ദിവസവും അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി പോളിഷ് ചെയ്ത് വെക്കാറുണ്ടെന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞത്. 1990-ലെ ഒരു അംബാസഡർ കാറാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ലാലേട്ടന്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന അംബാസഡർ കാറാണത്. ലാലേട്ടൻ ജനിച്ചു വളർന്നതെല്ലാം തന്നെ പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ ആയിരുന്നു. പിന്നീട് ഇവിടേക്ക് താമസം മാറുകയും സ്കൂളും കോളേജ് കാലഘട്ടവും എല്ലാം തന്നെ ഇവിടെയാണ് പൂർത്തിയാക്കിയത്. സിനിമ ഷൂട്ടിംഗ് ഉപയോഗിക്കുന്ന ഒരു വലിയ ലൈറ്റും നമുക്ക് പുറത്ത് കാണുവാൻ സാധിക്കും. പുറത്ത് നമുക്ക് മരത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂ മുതലുള്ള സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ള കൊത്തുപണികളും നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതവിടെ കവറിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കത് അടുത്തുപോയി കാണുവാൻ സാധിക്കില്ല. നമ്മളിവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് 2 ദിവസം മുമ്പാണ് കേട്ടോ. ഇവിടെ ലാലേട്ടന്റെ വീട്ടിലെ മാവിൽ മാങ്ങകളെല്ലാം കായ്ച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മൾ കാണുന്ന ഈ അംബാസഡർ കാറിന്റെ അടുത്തുള്ള കാറ് റേഞ്ച് റോവർ ആണെന്ന് അവർ പറഞ്ഞത് നമ്മോട്. റേഞ്ച് റോവർ കാറാണ്. ഇപ്പൊ അവിടെ സെക്യൂരിറ്റി സിസ്റ്റങ്ങൾക്കും മറ്റുമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞിരുന്നത് നമ്മോട്. ലാലേട്ടന്റെ അച്ഛൻ മരിച്ച സമയത്ത് മരണാന്തര ചടങ്ങുകളെല്ലാം തന്നെ ഇവിടെ വെച്ചായിരുന്നു കഴിഞ്ഞിരുന്നത്.
ഈ കാർഡ് ഷെഡിന് ബാക്കിലുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതെന്നും അവർ അറിയിച്ചു. ലാലേട്ടൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ടെന്നാണ് ഇവർ അറിയിച്ചത്. 2 ആഴ്ച മുൻപേ ഇവിടെ വന്നു പോയതാണെന്നും ഇവർ അറിയിച്ചു. പഴയ കാലങ്ങളിലെ ആ ഡിസൈനുകളെല്ലാം തന്നെ നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ കാണുവാൻ സാധിക്കും. വളരെ ട്രഡീഷണൽ ആയിട്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. മോഹൻലാലിന്റെ അച്ഛനായിട്ടുള്ള വിശ്വനാഥനാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഫ്രണ്ടിലെ ഗേറ്റ് ആണ്. ഫ്രണ്ടിലെ ഗേറ്റ് എപ്പോഴും ഓപ്പൺ ചെയ്യാറില്ല. ഇവിടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് വണ്ടികൾ അങ്ങോട്ട് പാർക്ക് ചെയ്യാറുമില്ല. ബാക്ക് സൈഡിലേക്കാണ് വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് തന്നെയാണ് ഈ വീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ ഈ വീട് നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ അറ്റ്മോസ്ഫിയറും വളരെ മനോഹരം തന്നെയാണ്. ഈ വഴികളിലും ഈ റോഡിലുമായി ഈ വീടിന്റെ ചുറ്റുപാടുമായാണ് തിരനോട്ടം എന്ന സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
ലാലേട്ടന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ആകുന്നത് വരെ ഇവിടെയായിരുന്നു താമസമുണ്ടായിരുന്നത്. ഇപ്പോൾ അസുഖബാധിതയായപ്പോൾ മോഹൻലാലിന്റെ കൂടെയാണ് ഇപ്പോൾ താമസമുള്ളതെന്നാണ് ഇവർ പറഞ്ഞത്. ലാലേട്ടന്റെ വീട്ടിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. എങ്കിലും ഞങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ലാലേട്ടന്റെ വീട്ടിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. എങ്കിലും ഞങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു എപ്പിസോഡുമായി പുതിയൊരു മേച്ചിൽപ്പുറം തേടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. ഇറ്റ്സ് മീ ലൈഫ് ഓഫ് ട്രാവൽ ഡേയ്സ് സൈനിങ് ഓഫ്.